ഹലോ ഗൈസ്, രാവിലെ നമുക്ക് ചായക്ക് പുട്ടും ചിക്കനും പപ്പടമായിരുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചാമ്പമരം നിറച്ച് ഇങ്ങനെ റെഡ് കളറിൽ ചാമ്പയ്ക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ചാമ്പയ്ക്ക് പൊട്ടിക്കാം. റെഡ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റെഡാണ്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ഉള്ളിലും കുരു കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. പൊട്ടിച്ചെന്തുവാ പൊട്ടിക്കറ പൊട്ടിക്ക് പൊട്ടിക്കറ കാണിച്ചെടുത്തേ. അങ്ങനെ നമ്മൾ അത്യാവശ്യത്തിലധികം ചാമ്പയ്ക്കൊക്കെ പൊട്ടിച്ചു. പിന്നെ നമുക്കൊരു ചാമ്പയുടെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന ഫ്ലവറിങ് പ്ലാന്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ഇതേ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറേ ചാമ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ 1-2 ആൾക്കാർ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിലിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അവിടേക്ക് പോയി വന്നപ്പോൾ തന്നെ നല്ല ചൂടായതുകൊണ്ട് ആകെ വേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കൊണ്ടുവന്ന ചാമ്പയ്ക്കൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് കുറച്ചെടുത്ത് ഉപ്പിലിടാം. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് കാണാം. വെള്ള ചാമ്പയേക്കാളൊക്കെ എനിക്കിഷ്ടം ഈ കാണുന്ന റെഡ് കളറുള്ള ചാമ്പയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ളത് തായ്ലൻഡ് ചാമ്പയാണ്. അതും ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ നന്നായിട്ട് പഴുക്കണം, അല്ലെങ്കിൽ ഒരു ചവർപ്പ് ടേസ്റ്റൊക്കെ വരും. പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും റെഡ് കളർ തന്നെ ആവും. പിന്നെ ഈ ചാമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ്. അപ്പം അങ്ങനെ കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ കഴിക്കാനൊക്കെ തോന്നുന്നില്ലേ, അങ്ങനത്തെ ഒരു പ്രത്യേകത. അങ്ങനെ ദേ ചാമ്പയ്ക്കൊക്കെ നല്ല രീതിയിൽ കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ചിലതിൻ്റെ ഉള്ളിലൊക്കെ പുഴു ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ ചെറിയ പുഴുക്കളുണ്ടായിരുന്നു. അത് മഴ പെയ്ത് വെള്ളം കയറിയതുകൊണ്ടൊക്കെ ആവാം കേട്ടോ പുഴു വരുന്നത്. അപ്പോൾ വളരെ കുറച്ചെടുത്ത് മാത്രമാണ് കേട്ടോ ഉപ്പിലിടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, കഴിക്കാനൊരു ഇഷ്ടം കൊണ്ട് മാത്രം. പിന്നെ നമുക്ക് ചാമ്പയ്ക്ക് ഉപ്പിലിടാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതിനായിട്ട് ചാമ്പയ്ക്കൊക്കെ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് കല്ലുപ്പും ചെറുതാക്കി അരിഞ്ഞ പച്ചമുളകും പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ച് ഒരു 3-4 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാമ്പയ്ക്ക് ഉപ്പിലിട്ടത് സെറ്റാവും കേട്ടോ. ലാസ്റ്റായിട്ട് ചാമ്പയ്ക്കയുടെ മുകളിൽ കുറച്ചും കൂടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അതിരുന്ന് സെറ്റാവും. അടച്ചു വയ്ക്കാം. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു തൊഴിലുറപ്പിൻ്റെ. അപ്പോൾ തൊഴിലുറപ്പിലത്തെ ചേച്ചിമാരും പിന്നെ നമ്മുടെ മെമ്പറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ വേറെ വിരുന്നുകാരുണ്ടായിരുന്നു കേട്ടോ. മാമനും അമ്മായും പിന്നെ ചേട്ടനും ചേച്ചിയും പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കുറേ നേരം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ മിസ്സായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കുറേ നേരം നന്ദൂട്ടനെ ദേഷ്യം പിടിപ്പിക്കലൊക്കെ ആയിരുന്നു കേട്ടോ, നന്ദൂട്ടൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ട്. അങ്ങനെ അവരും പോയി. മാമനൊക്കെ വീട്ടിൽ വന്ന സമയത്ത് അച്ഛൻ ചക്ക മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഇരുന്നത് അതെടുത്ത് കഴിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയത് മീൻ പിടിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ടുണ്ട് മീൻ പിടിക്കാൻ പോയിട്ട്. ഏത് മീമി? ഏത് മീമിനെ പിടിക്കാനാ പോണ്? വലുതല്ലേ? വാവ്. കൊക്ക് കൊക്ക്. ഈ കാണുന്നത് ഒരു കുളിക്കടവാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ മാമനും മോനും കൂടി കുറച്ചു നേരം വെള്ളത്തിലൊക്കെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. വെള്ളം മതി, വെള്ളത്തിൽ വെച്ചിട്ട് കേറടാ. പിന്നെ നമ്മൾ ചൂണ്ടലെടുത്ത് കുറേ നേരം നടന്നിട്ടുണ്ടായിരുന്നു. മീനുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ആ ഒരു സ്പോട്ടിൽ കുറേ ചൂണ്ടക്കാരുണ്ടായിരുന്നു. ആർക്കും അങ്ങനെ മീനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ വല എടുത്ത് വീശി. വല വീശിയപ്പോൾ അധികം മീനുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഇരുട്ടായി തുടങ്ങിയപ്പോഴാണ് കേട്ടോ നമുക്ക് മീനുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പിടിക്കടാ.
എനിക്കുള്ളതാട്ടാ. അയ്യോ എന്തുട്ടാ നല്ലത് പിടിച്ചിട്ടേ ആ കിടക്കണോ ഇവിടെ 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 നോക്കിയാ ഇതേ കിടക്കണോ പിടിച്ചിട്ട് പിടിക്ക് പിടിക്കടാ. ആ ബക്കറ്റിലിട്. തലയ്ക്കൊക്കെ വെള്ളമാണോ എനിക്ക്? മാമി പറക്കാം. പറക്കണ്ടേ എന്നറിയുമ്പോഴും ഞാൻ പറഞ്ഞെടുക്കണട്ടാ. അവിടെ അടക്കി അടക്കി വലിയ മീനല്ലേ? വലിയ മീൻ പിടിക്കാൻ പറയും മാമനോട്. വലുത് വലുത് വായു ബക്കറ്റോടെ വെച്ചിട്ട് വായു കണ്ടു. ഞൊക്കെ കൂടി കെട്ടി മറിഞ്ഞാൽ തോട്ടിക്ക് ഇടുന്നുണ്ട്. കിട്ടിയ മീൻ പിന്നെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ നമ്മുടെ വല ഒന്ന് ചെറിയ രീതിയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഭാഗത്ത് വെള്ളം കുറവായിരുന്നേ, അപ്പോൾ കല്ലിലൊന്ന് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ വല. അപ്പോൾ അത് ശരിയാക്കാനായിട്ടാണ് ചേട്ടൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അയ്യോ മാമൻ വീണു വെള്ളത്തിൽ വീണു. അങ്ങനെ വലിക്കുമ്പോ കീറണ പോലെ ഉണ്ട്. ഒരാൾ വലിക്കണം. അങ്ങനെ ബാഗിൽ പോയി വീഴും. പിന്നെ ഈ കാണുന്ന സംഭവം നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ? അതിനെന്താ പേര് പറയാമെന്നൊന്നും എനിക്കറിയില്ല. വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടപ്പോൾ അതിനുള്ളിലേക്ക് കടന്നിട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് സന്തോഷം നോക്കി നീ. അവിടെ ഇത്തിരി അതിന് സന്തോഷം നോക്കു നീ. ഇട് കിട്ടിയത് വല വീശിന്ന് കണ്ടപ്പോ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു തരാൻ ബക്കറ്റ്. ഇതിന്റെ ഞാൻ അടച്ചാറാന്ന് വെച്ചു. എവിടെ കൊണ്ടുവാ ബക്കറ്റ് കൊണ്ടുവാ. എനിക്ക് 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 ഞാൻ പറക്കട്ടെ നന്ദുവാ? ഞാൻ പറക്കട്ടെ? പറക്കട്ടെ? ആ പറക്ക് മതിയോ? ആ ഞാൻ പിടിക്കട്ടെ ഏട്ടാ? നന്ദു ഞാൻ പിടിച്ചു. വേഗം എടുത്തിട് നന്ദുവാ. സ്ലോ വണ്ണ. എവിടെയാ എവിടെയാ
അതോ ദാ. ഇതെവിടുന്ന് വടി കിട്ടിയേ? ഏയ് 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 അതാ. അറിയേ അടുത്ത മീൻ എടുക്കട്ടെ. എന്തേ ആ അടുത്തോ അടുത്തോ എടുത്തോ ഒരാടിലൊക്കെ വലിപ്പുണ്ട്. ഇതിലേക്ക് കൊടുക്കണേ. കൊടയി വലുതിനെ പിടിച്ചിട്ട് നന്തുവാ. വലിയ മീമിനെ പിടിച്ചിട്ട്. വലിയ മീമിനെ എന്തൊക്കെ പിടിച്ചിട്ടോ കേട്ടാ. വലയൊക്കെ ഉണ്ടെങ്കിലേ അത്യാവശ്യം കൂട്ടുള്ള മീനെ കിട്ടും. ഈ വല പണിക്കൂട്ടുന്ന കാരണം ആ കുഞ്ഞു മീമിനെ കാട്ടിയേ തൊട്ട് അയക്ക. ഇതൊക്കെ ആർക്കാ? അമ്മാമില്ല അമ്മു. അമ്മു ചേട്ടാ ഇതിരി ഇങ്ങോട്ട് നീങ്ങുന്നത് അവായിരിക്കും. ഇത് നല്ല വലിപ്പമുള്ള മീൻപാട്ടാ. നമ്മൾ പാടത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ചെറിയ രീതിയിൽ ഇടിവാള് മിന്നൽ ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇടിവെട്ടൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയപ്പോൾ നമ്മളെ വീട്ടിൽ വേറെ വിരുന്നുകാരുണ്ടായിരുന്നു. അതായത് അനിയനും അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവർക്ക് ചാമ്പയ്ക്ക് കൊണ്ടുപോകാനായിരുന്നേ. അപ്പോൾ അവർക്ക് കുറച്ച് മീനൊക്കെ കൊടുത്തയച്ചു. എന്നിട്ട് പിന്നെ ഞാനും നാത്തൂനും അച്ഛനും കൂടിയിട്ട് മീനൊക്കെ നന്നാക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നോക്കാം കേട്ടോ. ഇതാണ് നന്ദുട്ടൻ്റെ ഗുഡ് നൈറ്റ്. കണ്ണടച്ച് കിടന്ന കണ്ണടച്ച് കിടന്ന ഉറങ്ങിയ അങ്ങനല്ല കാണിച്ചിട്ടുണ്ടി നീ നമ്മുടെ പൊന്നാരാ നമ്മുടെ ചക്കരാരാ നമ്മുടെ പൊന്നുമണിയാരാ നമ്മുടെ ചക്കര കുട്ടിയാരാ അതെയാ തക്കട് കുട്ടിയാരാ അമ്മയുടെ സക്കട് കുട്ടിയാ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ, അതായത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.